ഇവിടെ തുടങ്ങിയ ആത്മയുദ്ധം, ഇതിന്റെ ബേസ് എന്താണ്, എങ്ങനെയാണ് ഇത് പോകുന്നത്? ഇത് പ്രപഞ്ച സൃഷ്ടി മുതൽ ആരംഭിച്ചതിനെ മനസ്സിലാകത്തുള്ളൂ. വേറൊരു ഭാഷയിൽ 1370 കോടി വർഷത്തെ ചരിത്രം ചിന്തിച്ചെങ്കിലേ ആത്മയുദ്ധം ഇവിടെ തുടങ്ങി എന്ന് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് വയ്യ, ഞാൻ തുടങ്ങാൻ പോകാമെന്നു. ശാസ്ത്രവും സയൻസും കൂടെ മിക്സ് ചെയ്യുക. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിപ്പിക്കാതെ ഇറക്കി വിട്ട കാലത്ത് തമ്പുരാനോട് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയായിരുന്നു, ദൈവവചനം ശാസ്ത്രീയ വെളിച്ചത്തിൽ തെളിയിക്കാൻ കർത്താവെ കൃപ തരണേന്ന് കർത്താവ് ഏൽപ്പിച്ചത് ഇന്ന് നിങ്ങളുടെ മുമ്പിലോട്ട് വെക്കുക. എൻ്റെ വിദ്യാഭ്യാസം കൊണ്ട് മനസ്സിലാകാവുന്ന കാര്യമല്ലിത്. നിങ്ങൾ ആരെങ്കിലും ഒരു ഉടക്കയോദ്യം ചോദിച്ചാൽ മറുപടി പറയണം, എനിക്ക് അറിയാൻ വയ്യ, കാര്യം എൻ്റെ വിദ്യാഭ്യാസം അത്രേ ഉള്ളൂ. ഞാൻ ഇന്ന് എടുക്കുന്ന കാര്യം മനസ്സിലാക്കാൻ വിദ്യാഭ്യാസമുള്ളവരാരും നിങ്ങളുടെ ഇടയിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു 8 9 PhD ഉണ്ടെങ്കിലും പിടികിട്ടുകയില്ല. അതിനപ്പുറത്താണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ലോകത്തിലെ 1ാം കിട ശാസ്ത്രജ്ഞന്മാർക്ക് അല്ലെങ്കിൽ ആ ലൈനിൽ അത്രയും ഉയർന്ന ശാസ്ത്രജ്ഞന്മാർ ഉണ്ടാക്കിയെടുത്തതാണ്. ഞാനും ഇത് പിടിച്ചെടുത്തുകൊണ്ട് വരാൻ വേണ്ടി അതുപോലുള്ളവരെ ആശ്രയിച്ചാണ് ഇത് കൊണ്ടുവന്നത്. പക്ഷേ ഇതിൻ്റെ ആരംഭത്തിങ്കിൽ 2012 ഞാൻ ഇവിടെ നിന്ന് വന്നിരുന്നു. അന്ന് ഞാനിവിടെ പാസ്റ്റർ രഞ്ജിത്തിൻ്റെ വീട്ടിൽ ഇരിക്കുമ്പോഴാണ് എൻ്റെ അകത്തേക്ക് ജീവിതത്തിൽ ആദ്യമായി ഈ ആശയങ്ങൾ ദൈവം തരുന്നത്. ആ ആശയങ്ങളുടെ ഡെവലപ്മെൻ്റാണ് ഏറെക്കുറെ 2 വർഷം കൊണ്ട് ഇന്ന് കാണുന്ന ഷേപ്പിൽ വരെ എത്തുന്നത്. പാസ്റ്റർ രഞ്ജിത്തിൻ്റെ വീട്ടിലിരിക്കുമ്പോൾ ഞാൻ 2012 പാസ്റ്റർ രഞ്ജിത്തിൻ്റെ വീട്ടിലിരിക്കുമ്പോൾ ഷെഫീൽഡ് അല്ലേ, അവിടെ വെച്ചാണ് ഒരു ക്രിറ്റിസിസം, ഒരു ലേഖനം ഞാൻ വായിച്ചത്. തുടർന്ന് പാസ്റ്റർ രഞ്ജിത്തിനറിയാം, അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്, മീറ്റിംഗ് ഇല്ലാത്ത സമയത്ത് ഞാനൊരു മുറിക്കകത്ത് ഇരുന്നോട്ടെ, ദയവായി എന്നെ അനുവദിക്കുക, ഞാൻ എൻ്റെ മനസ്സിൽ കൂടെ ചിലത് പോകുന്നുണ്ട്, ഞാൻ അതൊന്ന് തയ്യാറായിക്കോട്ടെ എന്ന് അദ്ദേഹത്തോട് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ സമയമെടുത്ത് അവിടെ ഇരുന്ന് ചെയ്തതാണ്. ആ ക്രിറ്റിസൈസേഷൻ ഇങ്ങനെയായിരുന്നു. ബൈബിളിനെ നിരൂപിക്കുന്ന, നമ്മുടെ മഞ്ഞപ്പത്രങ്ങൾക്കകത്ത് കാവൂന്ന് എഴുതുന്ന പുള്ളികൾ പലരുണ്ട്. ചുമ്മാ വല്ലതുമൊക്കെ വിളിച്ചു പറഞ്ഞ് നടക്കുന്ന നിരൂപകന്മാർ നമ്മുടെ ഇടയിലുണ്ട്. എഴുതിത്തള്ളൽ, ഞാൻ അതിൻ്റെ കാര്യമല്ല പറഞ്ഞേ, കഴമ്പുള്ള പരിപാടി എഴുതി. ഒരാളുടെ ഒരു ചോദ്യമായിരുന്നു, ബൈബിൾ ഇങ്ങോട്ട് എടുത്ത് തുറന്നാൽ ഉൽപ്പത്തി പുസ്തകം 1ാം അധ്യായം മുതൽ ആൻഡ് എന്ന ഒരു വാക്ക് 1ാം അധ്യായത്തിൽ പ്രത്യേകിച്ചും കൂടെ ആവർത്തിക്കുന്നു. ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻ ആൻഡ് ദി എർത്ത്, and the earth was without form and void, and darkness was on the surface of the water, and God commanded, let there be light, and there was light. ഭാഷയിൽ എവിടെയെങ്കിലും ഒരിടത്ത് നിങ്ങൾ വായിച്ചിട്ടുള്ള, ഞാനും വായിച്ചിട്ടുള്ള, ഞാൻ ഇങ്ങനെ എടുത്തു പറഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത്, അതുവരെ ഇത് ക്ലിക്ക് ചെയ്തിട്ടില്ല. ഭാഷയിൽ ഏതെങ്കിലും ഒരു ഭാഷയിൽ ഒരേ വാക്ക് ഒത്തിരി പ്രാവശ്യം ആവർത്തിച്ചാൽ വൃത്തികേടാണ്. ഈ നിരൂപകന്റെ ചോദ്യം, ഇത്രയും വളർന്ന ക്രിസ്ത്യാനിക്ക് അവരുടെ കൂട്ടത്തിൽ ഒരു ഗ്രാജുവേറ്റായി ഒരുത്തനെ വിളിച്ചിരുത്തി ഇതൊന്ന് എഡിറ്റ് ചെയ്യിച്ച് റീപ്രിന്റ് ചെയ്തുകൂടെയാണ് ബൈബിൾ. ഇതായിരുന്നു അവൻ്റെ ക്വസ്റ്റ്യൻ. ഇത് കണ്ടപ്പോൾ സംഗതി സത്യമാണ്, ഇതിനകത്ത് കഴമ്പുണ്ട്, ഇതെന്നാന്ന് അറിയണമെന്ന് ഞാനും ആലോചിച്ചു. അങ്ങനെ ആലോചിച്ചിറങ്ങുമ്പോഴാണ് പലയിടത്തും തപ്പി അവസാനം ഡേക്സിൻ്റെ ഒരു കമൻ്ററി കണ്ടു. സൃഷ്ടി നടന്നിരിക്കുന്നത് 173 സെഗ്മെന്റുകളായിട്ടാണ്. ഇതിനകത്തെ 2 സെഗ്മെന്റുകളെ തമ്മിൽ കൂട്ടിച്ചേർക്കേണ്ടതിന് എഴുതപ്പെട്ട ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിന് തത്തുല്യമായ ഒരു പദം ഇംഗ്ലീഷിലില്ല. ഏറെക്കുറെ അടുത്തു വരുന്ന പദം ആൻഡ് ആകയാൽ അങ്ങനെ അങ്ങോട്ട് ഇട്ടിരിക്കുക. ഞാൻ ഈ എഴുതപ്പെട്ട ഭാഷ എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. വേദപുസ്തകം എഴുതാൻ 3 ഭാഷകൾ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? കുറച്ച് നേരം നമ്മൾ ഇന്റലക്ച്വലായിട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഇന്റലക്ച്വൽ ടീച്ചിങ് ഒരു കുറച്ച് നേരത്തേക്ക് നല്ലതാണ്. ഈ കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ എന്നേക്കാൾ വിവരമുണ്ട് ഈ കൊച്ചു കുഞ്ഞുങ്ങൾക്ക്. ഞാൻ ആയുസ്സിൽ ആദ്യമായിട്ട് 2012 നവംബർ മാസത്തിലാണ് ഈ സബ്ജക്റ്റ് കുറച്ചൊന്ന് എടുത്ത് ബാംഗ്ലൂർ ചർച്ചിൽ പ്രൊജക്റ്റ് ചെയ്തു. ബിഗ് ബാങ് ആൻഡ് സോൾ ഞാനിത് പ്രൊജക്റ്റ് ചെയ്തു. അന്ന് മെസ്സേജ് കഴിഞ്ഞോട്ട് ഇരിക്കുമ്പോൾ 10 വയസ്സുള്ള ഒരു കുഞ്ഞ് എൻ്റെ ഇടയ്ക്ക് വന്ന് വെച്ച്, പാസ്റ്റർ പച്ച എനിക്കൊരു സംശയം, മൂണുണ്ടാക്കിയത് എങ്ങനെ ആരാ? ഞാൻ പറയണത് എല്ലാം ദൈവമാണ്. അതെല്ലാം ദൈവമാണ്, ബിഗ് ബാങ് അതൊക്കെ കള. മൂണുണ്ടാക്കിയത് എങ്ങനെ ആരാ? ഞാൻ പറഞ്ഞു, മോനെ എനിക്കറിയാൻ പറ്റും. എന്നാൽ ഞാൻ പറയാം പച്ചാ. അവൻ എന്നോട് പറഞ്ഞു തരിക. അവൻ പറഞ്ഞു, സൗരയൂഥം ആദ്യമേ ഉണ്ടാക്കുമ്പോൾ, സോളാർ സിസ്റ്റം വരുമ്പോൾ അതിനകത്ത് 20 ഗ്രഹങ്ങളുണ്ടായിരുന്നു. ഈ 20 ഗ്രഹങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചു, ഒത്തിരി എണ്ണം പൊട്ടിത്തെറിച്ചു, ഒത്തിരി സ്പേസ് വേസ്റ്റ് ആയിട്ട് മാറി. മിച്ചം വന്ന ഭൂമിയോട് അടുത്ത് നിന്ന 4 കഷണങ്ങൾ ഒരുമിച്ച് ചേർന്നതാണ് നമ്മുടെ മൂൺ. നിനക്ക് ഇത്ര അറിയാം? എനിക്കറിയാൻ വയ്യ. ഞാൻ വെച്ചാൽ നിനക്കിത് എവിടെ നിന്ന് കിട്ടിയതാ? അവൻ പഠിക്കുന്ന സീനിയർ കേംബ്രിഡ്ജ് സിലബസിൽ ഒരു സ്കൂളിൽ ബാംഗ്ലൂരിലാണ് പഠിക്കുന്നത്. അവിടെ നടന്ന ഒരു സയന്റിഫിക് സിമ്പോസിയത്തിന് അറ്റൻഡ് ചെയ്യാൻ പോയി ഈ 10 വയസ്സുള്ളവൻ, അവൻ ഇത്രയും പിടി കിട്ടി. ഈ പിള്ളേരൊക്കെ ഉഗ്ര പാർട്ടികളാണ്, അവർക്കറിയാം, നമുക്കറിയാൻ വയ്യാത്തത്. രണ്ടായാലും നമുക്ക് അകത്തോട്ട് കയറാം. ആദിയിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു. ശാസ്ത്രത്തിൽ പ്രപഞ്ചത്തിന്റെ ഏറെക്കുറെ ഞാൻ ഇത് ഏതൊക്കെ വെബ്സൈറ്റുകളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്, കംപ്ലീറ്റ് അതോറിറ്റി എവിടെയാണെന്നുള്ളത് മിക്കതിനും ഞാൻ കാണിച്ചിട്ടുണ്ട്. നാസയുടെ സൈറ്റുകളിൽ ഞാൻ ഒത്തിരി എടുത്തിട്ടുണ്ട്.
ജർമ്മൻ സൈറ്റുകളിൽ കുറെ എടുത്തിട്ടുണ്ട്. ലോകശാസ്ത്ര സംഘടനകളിൽ പലതും അപ്രൂവ്ഡ് ആയിട്ടുള്ള സൈറ്റുകളിൽ നിന്ന് മാത്രമേ ഇതിനകത്ത് രേഖകളുള്ളൂ. അല്ലാതെ ഒരെണ്ണം പോലും ഞാൻ എടുത്തിട്ടില്ല. ഇത് ഹൈലി അപ്രൂവ്ഡ്. കാരണം ഞാനിത് ലോകം മുഴുവനും പറയുന്നതാണ്. അതുകൊണ്ട് മണ്ടത്തരം പറയുക നിർബന്ധമുള്ളതുണ്ടാകും. ശാസ്ത്രത്തിന്റെ പൊതു നിഗമനം അനുസരിച്ച് ബിഗ് ബാങ് എന്ന ഒരു സംഭവം പണ്ടുണ്ടായി എന്നായിരുന്നു 13.7 ബില്യൺ വർഷങ്ങൾക്ക് പുറകിൽ. എന്ന് പറഞ്ഞാൽ 1370 കോടി വർഷങ്ങൾക്ക് പുറകിൽ ബിഗ് ബാങ് എന്നൊരു സംഭവം ഉണ്ടായി. ബിഗ് ബാങ് എന്ന് പറഞ്ഞാൽ എന്തോ? വെരി ഹൈ ടെമ്പറേച്ചർ, വെരി ഹൈ ഗ്രാവിറ്റേഷണൽ പുൾ ആൻഡ് വെരി ഹൈ ഫോഴ്സസ് നിലവിലിരിക്കുന്ന സാഹചര്യത്തിൽ എവിടെ നിന്നോ ഒരു ഭയങ്കര ശബ്ദമുണ്ടായി. ഏതോ ക്രാക്കിംഗ് പൊട്ടിത്തെറിയുടെ ശബ്ദമായിരിക്കാം എന്ന് ശാസ്ത്രലോകം പറയുന്നു. അവർക്ക് വ്യക്തമായിട്ടൊന്നും പറയാൻ അറിയാൻ വയ്യ. കുഡ് ബി ഒരു അസ്യൂമിംഗ് ആണ്. ഒരു ശബ്ദമുണ്ടായി. ആ ശബ്ദത്തെ അവർ ബിഗ് ബാങ് എന്ന് വിളിക്കുന്നു. ആ ബിഗ് ബാങ്ങിനെ തുടർന്ന് 460 കോടി വർഷം, അതാണ് ഈ കാണിച്ചിരിക്കുന്ന കളറ്, 460 കോടി വർഷം പ്രകാശം മാത്രം ആകാശത്ത് പരന്നുകൊണ്ടിരുന്നു. അതിനെ അവർ റേഡിയേഷൻ ഇറ എന്ന് വിളിക്കും. അതിനെ തുടർന്ന് പിച്ച് ഡാർക്ക്നെസ് ഒരു കാലഘട്ടത്തേക്ക് വ്യാപരിച്ചു. അത് എത്ര കാലമാണെന്ന് തീർത്തു പറയാൻ അറിയാൻ വയ്യ. ഒരു കാലഘട്ടത്തേക്ക് പിച്ച് ഡാർക്ക്നെസ് വ്യാപരിച്ചു. അവരതിനെ ഡാർക്ക് ഏജ് എന്ന് വിളിക്കും. ഇനി സയൻസിനകത്ത് പ്രകാശം കൊണ്ടുവരാം, ഇരുളും കൊണ്ടുവരാം. പക്ഷെ ഇതിനെ രണ്ടിനെ കൂടി ഒന്നിച്ച് യോജിപ്പിക്കാൻ പറ്റില്ല. ഇന്ന് വരെ 2014 വരെ ഒരു ശാസ്ത്രജ്ഞനും ഇരുളിനെയും വെളിച്ചത്തെയും കൂടെ ഒരുമിച്ച് കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ ഈ സംഭവം നടക്കുകയും ചെയ്തു. ഈ വെളിച്ചത്തിന് ശേഷം നേരെ ഉണ്ടായത് ഇരുളാണ്. ഇതിനെ രണ്ടിനെയും കൂടെ യോജിപ്പിക്കാൻ കഴിയുന്ന ദൈവത്തിന് മാത്രമേ ഉള്ളൂ. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നുവെന്ന് പറയുന്നവന്റെ അടുത്ത പദം, ഞാൻ കൂരുകളിൽ വസിക്കും. അവന്റെ മീതെ വലിയ പ്രകാശവും അവന്റെ കാൽക്കീഴെ കൂരിരുട്ടും ഉണ്ടായിരുന്നു. ദൈവത്തിന് മാത്രം കഴിയുന്ന ഒന്നാണ് ഇരുട്ടും വെളിച്ചവും കൂടെ യോജിപ്പിക്കുക. അതുകൊണ്ടാണ് പ്രപഞ്ച സൃഷ്ടി തുടങ്ങുന്നത്. ഈ ഡാർക്ക് ഏജിന് ശേഷം ഒന്നാമത്തെ നക്ഷത്രം ഉദിച്ചു ഉണ്ടായി വന്നു. തുടർന്ന് നക്ഷത്രങ്ങൾ ഇതെല്ലാം ഉണ്ടായി. പിന്നത്തേതിൽ നക്ഷത്രങ്ങൾ അടുത്തു വന്ന് നക്ഷത്ര മണ്ഡലങ്ങൾ, ഗാലക്സികൾ ഉണ്ടായി. ഇന്ന് ഗാലക്സികൾ അടുത്തു വന്ന് ഗാലക്സി ഗ്രൂപ്പ് റീജിയൻ ഫോം ചെയ്തുകൊണ്ടിരിക്കുക. മുന്നോട്ട് വളരെ അടുത്ത വെച്ച കാര്യം ഞാൻ സയൻസ് പഠിക്കുക എന്നുള്ളത് കവിഞ്ഞ് നമുക്കിതിൻ്റെ കാര്യങ്ങളിലേക്ക് വരാം. ഇന്ന് വരെ കാണുന്ന നമ്മുടെ നോൺ യൂണിവേഴ്സിന്റെ ചില ഡയമെൻഷൻസ് കാണിക്കാനാണ് ഭൂമിയാണ് നടുക്ക് നിൽക്കുന്നത്. ഇവിടുന്ന് പ്രകാശം യാത്ര ചെയ്താൽ 15 ബില്യൺ പ്രകാശ വർഷങ്ങൾ വരെയാണ് ഇന്ന് കണ്ടുപിടിക്കപ്പെട്ട പ്രപഞ്ചത്തിന്റെ അതിര് പറയുന്നത്. ഒരു സെക്കൻഡിൽ 85,000 കിലോമീറ്റർ വേഗത്തിൽ യാത്ര ചെയ്യുന്ന നമ്മുടെ പ്രകാശം ഒരു ദിവസം, ഒരു വർഷം കൊണ്ട് യാത്ര ചെയ്യുന്നതിനെ ഒരു ലൈറ്റ് ഇയർ എന്ന് വിളിക്കും. ഒരു പ്രകാശ വർഷം. അങ്ങനെ 15 ബില്യൺ ലൈറ്റ് ഇയർ. അവിടെയും സംശയമുണ്ട്. 11 ബില്യണേ ഉള്ളെന്ന് പറയുന്നവരുണ്ട്, 15 ബില്യൺ എന്ന് പറയുന്നവരുണ്ട്. വട്ടവർ ഒരു ബില്യൺ എന്ന് പറഞ്ഞാൽ 100 കോടി. 15 കോടി, 15 ബില്യൺ പ്രകാശ വർഷങ്ങൾ വരെയാണ് ഇതിന്റെ ഡെപ്ത്. ചന്ദ്രനിൽ നിന്ന് വെളിച്ചം ഭൂമിയിൽ എത്തേണ്ടതിന് 2 സെക്കൻഡ് മതി. സൂര്യനിൽ നിന്ന് വെളിച്ചം ഭൂമിയിൽ എത്താൻ 8 മിനിറ്റ് വേണ്ടി വരും. പക്ഷെ ആ പ്രകാശം 15 ബില്യൺ വർഷം യാത്ര ചെയ്താൽ ഇന്ന് വരെ അറിയപ്പെടുന്ന പ്രപഞ്ചത്തിന്റെ അറ്റത്തിലും. ഞാൻ ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയാം. ഇന്നത്തെ പഠനം അനുസരിച്ച് പ്രപഞ്ചങ്ങൾ ഒന്നല്ല, പാരലൽ യൂണിവേഴ്സ് തിയറി ഉണ്ട്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഏതായാലും നമ്മൾ ഇന്ന് വസിക്കുന്ന ഒരു പ്രപഞ്ചത്തെ കുറിച്ചായി പറയുന്നത്. അടുത്ത വെച്ചാൽ ഈ പ്രപഞ്ചത്തിനകത്ത് വലിപ്പ ചെറുപ്പമുള്ള ഒരുപാട് നക്ഷത്രങ്ങളുണ്ട്. നമ്മുടെ ഗാലക്സിയിൽ നമ്മൾ വസിക്കുന്ന സ്ഥലത്ത്, നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ ഒരു സൂര്യനുണ്ട്. അതിന്റെ വട്ടത്തിൽ പല ഗ്രഹങ്ങളുണ്ട്. ഈ ഗ്രഹത്തിൽ ഇതാണ് നമ്മുടെ ഭൂമി. മറ്റുള്ളതിനേക്കാൾ ഇതിന്റെ കളറിനൊരു വ്യത്യാസം കാണാം. ഇത് ഹബിൾ സ്കോപ്പ് എടുത്തു വരുന്ന പിക്ചർ. ഇതിന്റെ കളറിനൊരു വ്യത്യാസം കാണാം. ആ വ്യത്യാസത്തെ കുറിച്ച് പിന്നെ പറയും. അതുകൊണ്ടാണ് കളർ ഞാൻ എടുത്തു കാണിച്ചത്. ഇവിടെ അങ്ങനെ തന്നെ അതേ കാര്യം തന്നെയാണ് ഇത്. ഇവിടെ കളറിനൊരു വ്യത്യാസമുണ്ട്. അങ്ങ് ഇങ്ങോട്ട് വ്യത്യാസമുള്ളതുകൊണ്ട്, കളറിന് വ്യത്യാസമുള്ളതുകൊണ്ട്, വ്യത്യാസം ഉള്ളതുകൊണ്ട് അഭിചരണത്തെ അത് കാണുന്നത്. ഇത് നമ്മുടെ ഗാലക്സിയുടെ ഒരു പ്ലെയിനാണ്. നമ്മുടെ ഗാലക്സിയുടെ ഒരു പ്ലെയിൻ. 30,000 കോടിക്കും 40,000 കോടിക്കും ഇടയിൽ നക്ഷത്രങ്ങൾ ഇതിനകത്ത് കിടപ്പുണ്ട് നമ്മുടെ ഗാലക്സിക്കകത്ത്. അതിൽ സൂര്യൻ ഒരു കൊച്ചു നക്ഷത്രം. 2500 നക്ഷത്രങ്ങൾ വലിപ്പമുള്ളതും ബാക്കിയുള്ളത് തീരെ ചെറുതുമാണ്. ചെറിയ നക്ഷത്രങ്ങളിൽ ഒന്നാണ് നമ്മുടെ സൂര്യൻ. അടുത്തത് ഇവിടെ ആത്മയുദ്ധം പഠിപ്പിക്കേണ്ടത് കൊണ്ട് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം നോക്കുകയെന്നു. ഇതും കംപ്ലീറ്റ്ലി സയന്റിഫിക്കലാണ്, ശാസ്ത്രീയ പിക്ചർ. നമ്മുടെ ഗാലക്സിയുടെ തന്നെ വേറെ ഒരു ഫോമാണ് ഈ കാണിച്ചിരിക്കുന്നത്.
മുമ്പേ കാണിച്ചത് ഒരു പ്ലെയിനേ ഉള്ളൂ. ഇതിനകത്ത് പല നക്ഷത്രങ്ങളെയും തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നതാണ്. സമസ്വഭാവമുള്ള നക്ഷത്രങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യും. നക്ഷത്രത്തിന്റെ സ്വഭാവം പിന്നെ ഞാൻ പറഞ്ഞോളാം, അത്രയും മനസ്സിലാക്കിയാൽ മതി. ഇപ്പൊ അത്ര ഒക്കത്തുള്ളൂ. സമസ്വഭാവമുള്ള നക്ഷത്രങ്ങളെ ശാസ്ത്രജ്ഞന്മാർ കണക്ട് ചെയ്തിരിക്കുന്നത്. അടുത്തത് ഇതാണ് നമ്മുടെ പ്രപഞ്ചം. ഇതിനകത്ത് കാണുന്ന ഓരോ കുത്തും ഓരോ ഗാലക്സി. എത്ര ഗാലക്സി ഉണ്ടെന്ന് ആരും എണ്ണിട്ടില്ല. ഒന്നിനകത്തെ ഞാൻ പറഞ്ഞത്, നമുക്കൊരു ആവറേജ് ഗാലക്സിക്കകത്ത് 30,000 കോടിക്കും 40,000 കോടിക്കും ഇടയിൽ നക്ഷത്രങ്ങൾ കിടപ്പുണ്ട്. ഇതിനകത്ത് ഞാൻ പറഞ്ഞു നമ്മുടെ സൂര്യൻ ഒരു കൊച്ചു നക്ഷത്രം മാത്രമാണ് എടുത്തത്. നമ്മുടെ സൂര്യനും ഭൂമിയും ഇത് മനുഷ്യൻ ഇന്ന് വരെ നക്ഷത്രമണ്ഡലത്തെ കുറിച്ച് എവിടെയെങ്കിലും ഒരു ചെറിയ സൂചനയെങ്കിലും കിട്ടിയെങ്കിൽ ആ സൂചന കിട്ടിയതെല്ലാം കൂടെയാണ് എഴുതിയിട്ടിരിക്കുന്നത്. ഇത്ര എണ്ണത്തെ കുറിച്ച് ഒരു സൂചനയുള്ളൂ, വേറൊന്നിനെ കുറിച്ച് സൂചന പോലും ഇല്ല. അതാണ് സെപ്പറേറ്റ് മാർക്ക് ചെയ്ത് പൊയ്ക്കോ. അടുത്തത് ഞാൻ ഈ പറഞ്ഞിടത്തോളം കാര്യങ്ങളൊന്നും ഒന്നിച്ച് എഴുതി എന്നുള്ളതേ ഉള്ളൂ. 13.7 ബില്യൺ വർഷം പഴക്കമുള്ളതും 13.2 ബില്യൺ ഡീപ്പുമാണ് ഇത്. ഒരു കണക്ക് ഞാൻ പറഞ്ഞു. 11 മുതൽ 15 വരെ എത്ര ബില്യൺ ലൈറ്റ് ഇയേഴ്സ് ആണ് ഇതിന്റെ ഡീപ് ഡെപ്ത് എന്നതിനെ കുറിച്ച് ഒത്തിരി സംശയമുണ്ട്. നാസ പറയുന്നത് മിനിമം 13.2 ബില്യൺ ലൈറ്റ് ഇയേഴ്സ് ഡീപ് ഇറ്റ് ഈസ്. അതിനേക്കാൾ കൂടുതലായി വരാം. രണ്ടാമത്തേത് എർത്ത് ഈസ് ഓൺലി 4.5 ബില്യൺ ഇയേഴ്സ്. ഞാൻ മുമ്പിലത്തെ ആൻഡൊക്കെ പറഞ്ഞിടത്തേക്ക് തിരിച്ചു വരും. നമ്മുടെ പ്രപഞ്ചത്തിന് 13.7 ബില്യൺ വർഷത്തിന്റെ പഴക്കമുണ്ട്. നമ്മുടെ ഭൂമിക്ക് 4.5 ബില്യൺ ഇയേഴ്സ് പഴക്കമേ ഉള്ളൂ. ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻ ആൻഡ് ദി എർത്ത്. ആ ഒറ്റ ആൻഡാണ് 8.7 ബില്യൺ വർഷം. ഒറ്റ ആൻഡാണ് 8.7 ബില്യൺ വർഷം. 30 to 40,000 crores നക്ഷത്രങ്ങൾ ഇതിനകത്ത് കിടപ്പുണ്ട്. നമ്മുടെ സൂര്യൻ ഭൂമിയുടെ 13 ലക്ഷം ഇരട്ടി വലിപ്പമുള്ളതാണ്. വലിപ്പ വ്യത്യാസം അറിയണം ആത്മയുദ്ധത്തിൽ മനസ്സിലാക്കാനായിട്ട്. നമ്മുടെ സൂര്യൻ നമ്മുടെ ഭൂമിയുടെ 13 ലക്ഷം ഇരട്ടി വലിപ്പമുള്ളതാണ്. ഭൂമി അതിൻ്റെ സ്വന്തം അച്ചുതണ്ടിൽ ഒന്ന് കറങ്ങി വരാൻ 24 മണിക്കൂർ എടുക്കും. സൂര്യൻ അതിൻ്റെ സ്വന്തം അച്ചുതണ്ടിൽ ഒന്ന് കറങ്ങി വരാൻ 25 കോടി വർഷം എടുക്കും. ഒരു കൊച്ചു പമ്പരം ഞാനിവിടെ കറക്കുകയാണെങ്കിൽ ഒരു സെക്കൻഡിൽ 50-60 പ്രാവശ്യം പമ്പരം കറക്കും. ജെറിയോസ്കോപ്പ് അതിനേക്കാൾ ഒരുപാട് കൂടെ മേളിൽ പോകും. കാര്യം കറങ്ങുന്ന പ്രതലം തീരെ ചെറുതാണ്. പക്ഷെ ഭൂമിയുടെ അത്രയും വലിപ്പമാകുമ്പോൾ ഒന്ന് കറങ്ങണമെങ്കിൽ ഒന്ന് കറങ്ങിത്തീരാൻ 24 മണിക്കൂർ എടുക്കും. 25 കോടി വർഷം കൊണ്ട് മാത്രമേ നമ്മുടെ സൂര്യൻ സ്വന്തം അച്ചുതണ്ടിൽ ഒന്ന് കറങ്ങത്തുള്ളൂ. അത്രയും വലിപ്പമുണ്ട് സൂര്യൻ. നെക്സ്റ്റ്, സൂര്യൻ ഒരു കുട്ടി നക്ഷത്രമാണെന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹത്തെ ഈ സ്പോട്ട് കൊണ്ട് കാണിക്കാമെങ്കിൽ, ഇത് നാസയുടെ വിചാരം, സൂര്യനെ ഈ സ്പോട്ട് കൊണ്ട് കാണിക്കാമെങ്കിൽ ഇന്ന് വരെ കണ്ടുപിടിക്കപ്പെട്ടതിലെ വലിയ നക്ഷത്രം ഇങ്ങനെയാണ്, വിവൈ കാനിസ് മജോറിസ്. ഇതാണ് ഇന്ന് വരെ കണ്ടുപിടിക്കപ്പെട്ടതിലെ വലിയ നക്ഷത്രം. അതിനേക്കാൾ വലുതില്ലെന്നല്ല, ഇതാണ് സൂര്യൻ. ഈ പുള്ളിയാണ് സ്വന്തം അച്ചുതണ്ടിൽ ഒന്ന് കറങ്ങി വരാൻ 25 കോടി വർഷം എടുക്കും. എങ്കിൽ ഇങ്ങർക്ക് എന്നെ എടുക്കുമെന്ന് ആർക്കും അറിയാൻ പറ്റും. ഇന്നുവരെ ഒരു ശാസ്ത്രജ്ഞൻ കമന്റ് ചെയ്തിട്ടില്ല എത്ര സമയം എടുക്കും. എന്നാൽ അവർക്കെല്ലാം കൂടെ കിട്ടിയ ഇൻഫർമേഷൻ സൂര്യന്റെ 10 കോടി ഇരട്ടി ചൂടും വെളിച്ചവുമാണ് വിവൈ കാനിസ് മജോറിസ് എമിറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ കുറഞ്ഞത് സൂര്യന്റെ 10 കോടി ഇരട്ടി വരെ വരുന്നുണ്ട്. കുറഞ്ഞത് അതാണ് നക്ഷത്രമണ്ഡലം. അടുത്തത് ഓക്കെ, ഇതാ ഉൽപ്പത്തി പുസ്തകത്തിലെ ആൻഡ് 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 എന്ന പ്രയോഗം ഞാൻ ഈ പറഞ്ഞെടുത്തോളം ഞാൻ ഇംഗ്ലീഷിൽ ഒന്ന് പറഞ്ഞോട്ടെ. ലെറ്റ് മീ ഹെൽപ്പ് ദോസ് പീപ്പിൾ ഹു ഹാവ് കം ലിറ്റിൽ ലേറ്റ്. ജസ്റ്റ് പുട്ടിംഗ് ഇറ്റ് ടുഗദർ. അക്കോർഡിംഗ് ടു ദ സയൻസ്, it is approximately 13.7 billion years back there was a Big Bang. Big Bang is a huge sound created from somewhere, rather originated from somewhere, while high degree of pressure and temperature, gravitational pull and all such things were existing. According to the science, following this Big Bang, all the stars they created, and then the stars were coming together to form the galaxies, and today the galaxies are gathering together and they are forming regions of galaxies as on today. Now in the Bible, book of Genesis say, the first chapter say, in the beginning God created the heaven and the earth was without form and void and all that. Every single and that is denoted here
actually denotes a time gap between two incidents. Now the first and, here it comes, the first and, it comes between the creation of the heaven and earth. Heaven was created 13.2 billion years back as per NASA, and the earth was created only 4.5 billion years as per NASA. So 13.7 minus 4.5 get approximately 8.7 billion years of gap is denoted by just this one and. 1 billion is exactly 100 crores. So 870 crores of years is denoted by the first and. God created it. Okay, go to the next. Now, how did God create? Okay, God created this universe by His word according to the Bible. John chapter 1 and verse 1 to 3 it says, in the beginning there was word, the word was with God, the word was God, and finally word was manifested in flesh, that's known as Jesus. The Bible says it's by the word, the science says it's by Big Bang. According to science, if I have to prove that it was a word, rather it was a sound that created earth, if I can render the earth in some form, while that is being consumed, the light has to come back, the sound has to come back. Action and reaction has to be equal and opposite. By my voice, if I can create the earth, when I consume the earth, I have to get the sound back. According to 2 Peter chapter 3, and the earth will pass away with a huge noise. ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു. ഇതുണ്ടായതൊരു കൊടുമുഴക്കത്തിൽ നിന്നാ ഒഴിഞ്ഞു കൊടുമുഴക്കം വരും. The Bible says it's only a noise, a sound. Nothing more is mentioned. But science says there was high pressure, temperature and all that. According to 2 Peter, it is not only sound, but more will come. Extreme heat. Big Bang, it was extreme heat. The extreme heat has to come back. Okay, let's go. How? No. That's by His word, God created it. As per St. John 1:1-3, and also the same as in the beginning. Okay, the word itself is made into flesh, and that flesh is called Jesus. We call Him Jesus rather. What the science says as Big Bang, according to the Bible, was the initial form of Jesus. Now Jesus said, I am the light of the world. And when that initial Big Bang came, for a period of 460 crores of years, it was only the light that had been going on. I'm connecting between the two and establishing how the creation came in. Now go to the next brother, please. Now, for whom and for what it is created. We have already seen it was created by Jesus, rather by the word of God, and now for what it is created. Colossians chapter 1 verse 16 through 18, for by Him means Jesus, were all things created that are in heaven and that are on the earth, visible and invisible, whether they be thrones or dominions or principalities or powers, all things were created by Him and for Him. These were created by Jesus, and it was created for Jesus only. Now there are few terms over here. Out of the created things, there are visible things and there are invisible things. All the physical realm we can see. നമുക്ക് കാണാൻ വയ്യാത്തൊരു ഫിസിക്കൽ റിലം ഇല്ല. കാണുന്നതും കാണാത്ത ദൃശ്യമായതും അദൃശ്യമായതും. ഒരു ദൃശ്യമണ്ഡലം ഉള്ളതുപോലെ ഒരു അദൃശ്യമണ്ഡലവും ഉണ്ട്. The things are, few things are visible and few things are not visible. They are invisible. Now I want to connect between those two, and that's the reason why I had been talking about the size of the star and the comparison between earth and all that. Let me now tell you, later I will establish it from the Bible. God created every single star for inhabitation. Whom did He inhabit? The invisible force, that's the angels. He created the angels and placed them in all there. Now imagine, an angel is given in charge of the earth. Can the same angel take care of sun? Not at all. This angel need to plan only 24 hours for a day.
And that angel has to plan for 25 crores of years for a day. This angel may be as small as he can take the earth, but that angel has to be at least 1,300,000 times bigger than this angel, then only. Thereby, and then once it goes to Canis Majoris, still it is another 10 crores times bigger. Thereby the Bible saying, out of the invisible there were thrones, dominions, principalities, powers, different, you can say, different levels, different powers, different type, and all those angels were also created. Hope you are getting me. ചെറിയ ഭൂമി വാഴുവാൻ ഒരു കൊച്ച ദൂതനെ മതി. പക്ഷെ അങ്ങനെ കൊണ്ട് സൂര്യനിൽ ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. കാര്യം സൂര്യൻ വലുതാണ്. അവരുടെ വലിപ്പത്തിന് അനുസരിച്ച് സിംഹാസനങ്ങളൊന്നും കർത്തൃത്വങ്ങളൊന്നും വാഴ്ചകളൊന്നും അധികാരങ്ങളൊന്നും ഇതിനെ വേർതിരിച്ചു. ഇനി നമുക്ക് പോരാട്ടമുള്ള ആരോടാ? വാഴ്ചകളോടും അധികാരങ്ങളോടും, സിംഹാസനത്തോടല്ല. സിംഹാസനത്തോട് പോരാടണമെന്നുണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൂതൻ ജനലയും കൊണ്ട് വന്നേ പറ്റുള്ളൂ. അവനോട് പോരാടാൻ നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. നമ്മളെ ഏൽപ്പിച്ച പുള്ളികൾ അതിന് താഴെയാണ്, വാഴ്ചകളോടും അധികാരങ്ങളോടും. We are not going to fight with the thrones and the dominions. You know why? They are too big. The angels of the heaven has to come, and they will come with the chains. But we are now struggling with the minor forces, rather the forces which are less than that. And we will be doing it, for we are encouraged, and rather we are asked to do that. Again, in 2 Peter chapter 3 verse 5 through 7 it say, by the word of God only all these things were created. Word of God created, science says it is Big Bang. Go to the next. ഞാൻ പറയുന്നത് കിട്ടുന്നുണ്ടല്ലോ, മനസ്സിലാക്കാൻ പ്രയാസമൊന്നുമില്ല. Next it says it's for inhabitation. Why God created? God never do a thing just for vain. If you go to a supermarket where hundreds and thousands of things are kept, can you find any one item in a supermarket that is kept there is useless? Nobody make anything useless in the world. If that is a human, people are useless, then nothing useless, nobody useless, no one is useless, and nothing is useless. Amen. Everything has got a purpose. Amen. If that is a human psychology, that we don't make anything useless, do you think the creator of the universe makes something useless? No, everything has a purpose. Amen. Everything has a purpose. Normally we feel that the stars are meant only to twinkle in the night. No. If it is just to twinkle, such a huge item, it's a waste. It's a waste. The stars has got a different purpose. Amen. They are meant for the inhabitation of the angelic host whom the Lord has created. Amen. Okay, He created everything. But they all should bow down before Jesus, because this is made by Him and made for Him. They should bow down. He created it for inhabitation. Now, book of Isaiah chapter 45, 12, 18, those two words are important. യെശയ്യാവിന്റെ പുസ്തകം 44-45 അധ്യായങ്ങൾക്ക് ഒരു പ്രത്യേകത. ഇതറിഞ്ഞില്ലെങ്കിൽ ഈ വാക്കിന്റെ അർത്ഥം നിങ്ങൾക്ക് പിടികിട്ടുക. യെശയ്യാവ് 44-45 എഴുതിയിരിക്കുന്നത് അടിമത്വത്തിലേക്ക് പോയിരുന്ന ഇസ്രായേലിനെ തിരിച്ചു കൊണ്ടുവരുന്ന ചരിത്രം. അതിനുവേണ്ടി ദൈവം പറഞ്ഞു, നിങ്ങൾ നോക്കിയാൽ ഒക്കുകയില്ല, ബാബേലിന്റെ അടിമത്വത്തിലോട്ടാണ് കൊണ്ടുവന്നത്. ബാബേൽക്കാരനെ എന്ത് കാര്യം ജനത്തെ പിടിച്ചെടുക്കാൻ ഒക്കുകയില്ല. ബാബേൽ രാജാവ് അതുപോലെ ഭയങ്കരനാണ്, അവൻ്റെ ഒന്ന് പിടിച്ചെടുക്കാൻ ഒക്കുകയില്ല. അതുകൊണ്ട് ഞാൻ ചില കാര്യം ചെയ്തെന്ന് തമ്പുരാൻ പറഞ്ഞു. ഒന്ന്, ഞാൻ കോരേശ് എന്ന് പറയുന്ന ഒരു രാജാവിനെ കൊണ്ടുവരും. 2, ആകാശത്ത് ഞാൻ ഒരു കൂട്ടം സൈന്യത്തെ വെക്കും. ഇത് രണ്ടും കൂടെ ചേർന്നെങ്കിൽ ഇസ്രായേലിനെ വിടിവിക്കാൻ പറ്റും. ആത്മയുദ്ധത്തിന്റെ ഭയങ്കര ചാപ്റ്റേഴ്സിൽ ഒന്നാണ്. God, the book of Isaiah chapter 44 and 45 deals with a special situation. It says the children of Israel are now under the bondage by Egypt, by Babylonians. Now Babylon king is so powerful that nobody can think of getting somebody out of his clutches. But the Lord said, for which I have done 2 things. Number 1, I am going to bring another king in the world. Cyrus is very powerful, and I will command a host in heaven, they will support him. Amen. Then only it will come. I don't know, today it may not be possible to explain that how God has delivered them from Babylon with Cyrus and all that, but let's listen. Book of Isaiah was written at some time by the name of Cyrus.
But Cyrus was really born 620 years later than that. That means his father is unmarried, his father is not born. His grandfather is unmarried. Cyrus is nowhere. His father is not born. His grandfather is unmarried. 120 years prior to his birth, God Almighty has set the name. And finally, everything took place according to the promises of God. There are too many conditions, and Cyrus came. Bible says, Cyrusനെ കുറിച്ച് ബൈബിൾ പറയുന്നത് അവൻ എൻ്റെ ഇടയനാണ്. He is my shepherd. Anybody heard about how he became the shepherd and all that? Anybody heard about it? How many of you know about it? May I see the hands? For your own message. From my own message. Okay. How many of you heard my own message in this topic? രണ്ടുപേര്. Okay. ബാക്കിയുള്ളവർക്ക് ഞാനത് പറഞ്ഞോട്ടെ. You see, there is a book called Cyrus Anointing, and you will get all the information. There is any encyclopedia American, Encyclopedia Britannica, all that bring information about Cyrus, because he was a too famous man. God Almighty wanted him, and it said that he will be my shepherd. Now, don't imagine that a heathen person will be brought as a shepherd of the men of God. No, that will never happen. Then what did God say? He is my shepherd. Listen. In the royal family of Persian area, one day a king had a dream. In the dream, a prophetess, a Muslim prophetess, gave a prophecy to the king that you will have a baby born. You will have a daughter born, and your daughter will conceive, and she will have a boy born. The moment you get your daughter, kill her. Otherwise, she will be married, she get a baby, and that baby will kill you. To avoid this, kill your daughter. The king is not yet married at that time. Later the king got married. He was blessed with a daughter, but it was after a long gap. Because it was after a long gap, the king was not willing to kill the baby. Rather, the king said, I will not give her for marriage. She will be unmarried for all her life, but then I will take her and I will not kill her. The girl grew to some extent. Then the king came to know that the girl will not be in his control. She may run away with somebody and have a baby. He thought, okay, better method is get her married to a very, very, very far country. So the king got her married to another country which is too far a country. In the Median kingdom. Too far, a Median king was arranged, and this marriage was conducted. Again the prophecy started coming. She will bear a baby. That will be a male child, and that male child will grow. He will kill you. Now the king is in a big fix. Already she is given on marriage, and she is about to give birth. We do not know what is the type of baby, whether it is boy or girl. But if it is a boy, king is now afraid my neck will be cut off. So he took the second method. He called that girl back to his country. After all, in the Asian countries, it's a custom that the girl is normally taken care for the first delivery. And the king said, okay, come back, I will take care of your first delivery along with your mother, and henceforth we will give you a palace, come over here. And the Median king, as well his wife, the Persian girl, came together, and they stayed in that palace. During a night, the king again had a dream. Yes, your daughter is already blessed with a boy. Now the boy is already born. King immediately called up the prime minister and told the prime minister, you go and check up the palace of my girl. In case if a male baby is born, kill the baby, bring the body here. If it is female, leave them. If there is no baby, leave them, but check the palace. And I'm cutting short only to half. I'm not explaining all the things to save the time. The prime minister went in the night and found already a boy is born. Now the prime minister said to the girl, your father has given me instruction to kill your child. But I will help you. I will give another dead body to your father of a similar baby, and I will rescue you. But you have to hide your baby. Your baby should not be seen anywhere. Now this girl said, I have some of my old girlfriends, but they are staying somewhere nearby. If I can get some of those old friends, I can request them,
they may take the baby away from me and keep for me. And they were called. Incidentally, they were shepherds. Incidentally, they were shepherds. So those shepherd family came and took care of this boy, and they carried the boy. Those shepherd family had been carrying the baby along with them all the while when they were going for taking care of the sheep. All the while. But one day, some of the wild animals attacked them. During such an attack, they left the baby and ran away. And the wolf picked up this baby. And the encyclopedia say, wolf has got a special character. If the wolves get a human baby less than 3 to 4 months, they will not kill. They will feed the milk, their milk, and keep the baby. Now the wolves started taking care of the baby. Until he was 13 years, he was taken care of the wolf only. Henceforth, his nature became that of a wolf. He started drinking the blood of that prey that the wolf is bringing. When the teeth started coming, he started eating the raw flesh of such animals that the wolf was bringing. He started making noise like the wolf. But while he was around 3 or 4 or 5 years, one day without his knowledge, he stood up. And he started thinking, what is this? Every animal is going on 4 foot. I am the only one animal standing in 2 foot. What is this? But he was walking from then onwards along with the other wolves for 13 years, until he was 13. And when he was 13 years, again the same family of shepherds, they have seen. And this boy found they are also walking like me. That means I belong to that group of the animals, not this group. He ran and joined that shepherd's family. Now the shepherds knew this is the king, this is the prince. They immediately informed the mother, and henceforth this boy was sent to their country. At the age of 13, his father named him Cyrus. At the age of 13, he was given with a name. From the age of 13, he was taught with the language, and he was able to speak. By the time he became 18, the story was told to him that your grandfather, your mother's father, wanted to kill you, and this is all the big story happened. He said, if that is the case, I will take revenge. And he had no human mind. He is more than a wolf. God wanted a man to come up in that nature. Then only God can do the work done through him. That's why he was really made a wolf, and he went to Persia, killed his grandfather. And that's how the Medo-Persian kingdom was formed. He was otherwise a king for the Medians, and now the Persians were joined together, and henceforth the Medo-Persian kingdom was formed. Now he is the one who came and attacked the Babylonian. A man with a normal sense will never come against Babylonian, because Babylon cannot be so easily taken. A man with a common thinking, wolf doesn't think all that. He is stronger than anybody else. He was a wolf, in fact. That's why God has trained him like that, and he was brought in. But again, his feeling alone will not help unless the heavenly angels come in to support. That cannot happen. Thereby, chapter 44 and 45 is describing about the restoration pattern of Israel, in which God Almighty says, I have Cyrus on the earth, and I have a host of angels in the sky. I will put them together. To establish this, these words are written. Here it says, verse 18, that all the heavens I have commanded my host over there, my army is there. And on the earth I have Cyrus. I have given that for human being, and the stars I have given for the angels. ദൂതന്മാരെ ഞാൻ നക്ഷത്രങ്ങളിൽ പാർപ്പിച്ചു, എൻ്റെ സൈന്യത്തെ ആകാശത്തിൽ കൽപ്പിച്ചാക്കി. ഭൂമിയിൽ ഞാൻ സൈറസിനെ കൊണ്ടുവരികയാണ്. ഞാൻ ഇത് രണ്ടും കൂടെ ചേർത്താണ് എനിക്ക് ഇവരെ പുറത്തെടുക്കേണ്ടത്. അത് പറയാൻ വേണ്ടിയാണ് ആകാശത്തെ സൃഷ്ടിച്ചത്. പാഴായിട്ടല്ല, പാർപ്പിനായിട്ടത്രേ എൻ്റെ സൈന്യത്തെ ഞാൻ അവിടെ കൽപ്പിച്ചാക്കിയിരിക്കുന്നു എന്ന് പറയുന്നത്. There are visible and invisible things. Stars are visible, but the host is invisible. ഇനി ഹോസ്റ്റ് എന്നുള്ളതിന് എബ്രായ ഭാഷയിലാണ് ആ ഭാഗം എഴുതിയിരിക്കുന്നത്. സാബ എന്ന പദമാണ് കൊടുത്തിരിക്കുന്നത്. In Hebrew, the host is written as Saba. Here the T becomes silent and it is Saba. The word meaning of Saba is a moving group of army, fighting, winning and moving. It's something mobile. It's not something stationary. It's a moving group. That is what is Saba.
Among them there are thrones and there are dominions, there are principalities and all that God has created, all the sky, all the stars, the billions and billions and billions and billions of them, to accommodate the angels whom He has created, and He accommodated. Next. While doing all this thing, God was so merciful upon Lucifer. Book of Ezekiel, chapter 28, verse 13 through 16, if you read, regarding Lucifer it is written, God has placed him in heaven. He was in the mountains of God. The word mountain is again important. He was in the mountains of God. If heaven can be compared to the earth, we have valleys, we have plains, we have mountains. If it can, I never went to heaven, I don't know the detail, but the Bible says he was in the mountains of God. Thereby I just compare with the earth. After all, it's a creation of the same God. He was in the mountains of God. He was in the Eden of God. He was in God. He was in heaven. Go to the next. But in heaven he committed sin. In heaven he committed sin. There is no place that sin cannot be committed. In the best church also sin can be. In the best human also sin can be. In heaven Lucifer committed sin. I am not telling how and why and all that one, but what he thought, that may be right to say. You know what was his first problem? Lucifer, what was his first problem? When God created, he believed in the hierarchy system. Something on the top, something at the bottom, something in middle, and all that on the hierarchy system. Senior most the senior, and the junior, sub-junior, goes like that till the little one. But Lucifer said, nothing doing, I will make myself equivalent to you. You know, the same feeling is even today going on. I will not submit to anybody. No, I will not submit to anybody. Only during the marriages I used to say one word, which quoting Bishop T.D. Jakes. You know, today, in the Christendom, according to the Bible, man is supposed to be the head of the family and the wife is supposed to be the body. But many times people ask the question, these days girls are equally educated and equally capable. Why can't we have equality? The very argument started in heaven so many years back, that is why Lucifer originated. Why can't we have equality? We are equal. My answer, I used to say, there are 5 fingers. In Malayalam there's a saying too. There are 5 fingers in the body. In all the ages that never became equal, they still have the difference. Because what God created is created, that you can't correct. But T.D. Jakes said, Bishop T.D. Jakes said, imagine there are 43 people who all have the driving experience and driving license, and all the 43 are traveling in a bus. If all the 43 starts controlling the steering, will you think that bus will reach anywhere? Okay, forget about it. There are 2 people in a car, both have the driving license and both have equal amount of driving experience. If both start controlling the steering, will you think the car reach the destination? Never. It will be like a family where both are equal. It goes to destruction only. Because the Creator knew better than what we know, and He created all that. Lucifer wanted to get himself equal with God. He wanted that worship. Thereby, he started grabbing worship, even by cheating others. He is not supposed to be worshipped. God is the only one who is supposed to be worshipped. We will go very seriously down now. God is only to be worshipped, nobody else. And Lucifer said, I must also be worshipped. He is so beautiful, all that. But with that decision, when that came into his mind, God decided to cut him away from heaven and relocate him somewhere. Now the problem, where to relocate? There is no empty space. Every star is already filled. Every star is already occupied. There is no extra space to relocate this guy, Lucifer. But God has to do it. Thereby, according to the science, after 8.7 billions of years, God created the earth. The purpose of earth is to relocate Lucifer from heaven. While creating earth, he took 2 different precautions. He knew that Lucifer, who once created problem in heaven,
might repeat the problem again. He may destroy the earth. He can make it powder. He have enough strength. If so, there has to be a proper foundation, and God gave a foundation to the earth. You know, our sun do not have a foundation. None of the planets so far known do not have a foundation. You know, the stars are having only gas in it. There is absolutely nothing like foundation. But with an exception, earth has got a good foundation. Book of Job, chapter 38, verse 6 and 7 say, whereupon the foundations thereof laid, and who laid the cornerstone thereof? When the morning stars sang together, and all the sons of God shouted for joy. Morning star means Lucifer. When God was keeping the foundation for the earth, all the children of God, they were singing together. But the children of the morning star, that is a group of angels, belongs to Lucifer. They were extra rejoicing. Why? It is meant for them. It's meant for them. And God created earth and relocated Lucifer into this earth. Now listen. ദൈവം ലൂസിഫറിനെ സൃഷ്ടിച്ച് ഭൂമിയിലോട്ടാക്കുമ്പോൾ ലൂസിഫറിന് ആവശ്യമുള്ള സകലതും ദൈവം ഭൂമിയിൽ സൃഷ്ടിച്ചിരുന്നു. സകലതും. He created everything that was needed for Lucifer in his style, not in our style. He created everything in his style. Those of you who are traveling to Australia, some of you will be traveling via Singapore. I'm bringing in a dirty example. In the Singapore, when you go, Singapore airport, when you go, you visit the toilet, gents toilet, you see the urinals are kept very low, because most of the people coming there are very small in size. It is for their size. You take off from there and land in Australia, you find the urinals are kept very high, because the people are tall there. Each place, it's meant for that category of people. Lucifer was not in the category of human. Earth was made in his cosmos, in his time. What was wanted for him was provided. He was too tall in size. The animals there was tall. There were animals. He was too big, and the birds were too big to his size. He never wanted oxygen. There was no oxygen there. He never wanted water. There was no water there. It was all done for him, and in his pattern type only everything was created. There were forests, there were gardens. All that Bible says very clearly. We may throw light on all those areas today as we are going. Everything was created for him, and finally Lucifer was relocated on the earth. Now, so far Lucifer was in heaven, in the mansions that God made for him. Now those mansions became empty. You understand me? In this room, we are all being seated, and there are the chairs. If somebody come and say, all of you move to the next room, we all go to the next room, but the chairs remain here. Lucifer was in heaven, in the mansions of God. When God relocated Lucifer from the mansions of heaven, those mansions became empty. And that's what Jesus said, in my Father's house there are mansions. But when God decides something, he make it. He made those mansions also for inhabitation. Now Lucifer became worthless, that he could not continue. But you and me are going to be relocated into the heaven, into those mansions. And that is what Jesus said. Thank God for the casting out of Lucifer. We have an opportunity to go there. Lucifer പാർത്തിരുന്ന മണിമന്ദിരങ്ങൾ സ്വർഗത്തിൽ ഒഴിഞ്ഞു കിടക്കുക. അത് നമുക്ക് വേണ്ടി യേശു ഒന്ന് പ്രിപ്പയർ ചെയ്യും. കാര്യം ഉണ്ടാക്കിയിരിക്കുന്നത് അവന്റെ പാറ്റല്ല, നമ്മുടെ പാറ്റല്ല ആക്കിയെങ്കിലേ നമുക്ക് പറ്റൂ. ഒന്നുകൂടെ തയ്യാറാക്കിയെങ്കിലേ നമുക്ക് അവിടെ ചെന്നെടുക്കാൻ ഒക്കത്തുള്ളൂ. ബട്ട് ഇറ്റ് ഈസ് നൗ മെന്റ് ഫോർ ഹിം. ഐ വിൽ കം ഫോർ ദ എക്സ്പ്ലനേഷൻ. അങ്ങനെ ലൂസിഫറിനെ ഭൂമിയിലേക്ക് മാറ്റി അവന് ആവശ്യമുള്ള സകലതും ഇവിടെ കൊടുത്തു. ഇവിടെ വന്നിട്ടും ഇവൻ അഹങ്കരിക്കാൻ തീരുമാനിച്ചു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ, മലയാളത്തിലൊരു പഴഞ്ചൊല്ലുണ്ട്, ഒന്ന് കഴിച്ച പട്ടി പിന്നെയും കഴിക്കും. ഒരിക്കൽ കടിച്ച പട്ടി പിന്നെയും കഴിക്കും. പാസ്റ്റർമാരുടെ ഇടവരെ ഒരിക്കൽ ചർച്ച വഴക്കുണ്ടാക്കിയാലും പിന്നെയും വഴക്കുണ്ടാകും. ഒരിക്കൽ ലൂസിഫർ ശല്യപ്പെടുത്തിയെങ്കിൽ ഇനിയും അവൻ ശല്യപ്പെടുത്തും.
Lucifer, God knew that there is a chance that Lucifer may destroy the earth, and that's why he put that big foundation. The second precaution what God did in heaven was, his son Jesus was pre-appointed as a slain lamb of God, so that there can be restored through Jesus Christ. With the two precautions, he created earth, and Lucifer was relocated here. On the earth also Lucifer started striking again. He said, no, I will not accept it. I will not accept it. Lucifer was the worship leader in heaven. Lucifer was the worship leader in heaven. He had the wings that once he swung the wings, the music used to come. His very wing was created in such fashion with musical instruments on it. He was a real born musician doing that. You see, I am not a musician. I cannot sing. If I start singing, nobody can bear it and you will have to run away. That's my thought. But I should realize that I am not meant for it. Similarly, many of you are not preachers. If you start preaching, others will sleep without doubt. Because you are not meant for it. I am not created for it. Lucifer was created to sing in heaven. But once the sin was found in heaven, God never wanted the songs of Lucifer. He was thrown off. Throat may be good, musical instruments may be good, and many things may be good, but then God doesn't want him because his position he lost. He came to the earth. But do you know what did Lucifer said? He said, I will fill the earth with the pomp of my music. ദൈവത്തിന് എൻ്റെ പാട്ട് കേൾക്കാൻ ഇഷ്ടമില്ലായിരിക്കും, പക്ഷെ എൻ്റെ സംഗീതം കൊണ്ട്, സംഗീത ഉപകരണങ്ങൾ കൊണ്ട് ഞാൻ നിറയ്ക്കാൻ പോകുക. The Bible says it's a pomp of the music he produced on the earth. If God wants, let him listen. Otherwise, forget about I am singing. Second, in the heaven, the streets are made out of gold. The Bible says, in the heaven, the streets are made out of gold. Lucifer said, I will make my city with gold. And he made a golden cities on earth. He said, what God has done, I am going to do better. And he decorated himself with all the jewels. He decorated himself with every jewel. And God has seen this. God said, no. Lucifer പറഞ്ഞത്, നിന്റെ സംഗീതത്തിന്റെ മാധുര്യം, നിന്റെ സംഗീതത്തിന്റെ ധ്വനി ഞാൻ ഇവിടെ മുടക്കുമെന്ന് പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, അത് ഞാൻ പാതാളത്തിലോട്ട് താക്കും. നിന്റെ സ്വർണ്ണ നഗരങ്ങൾ ഞാൻ മുടിച്ചു കളയും. നീ സ്വർണ്ണ നഗരം ഉണ്ടാക്കി. അവൻ തന്നെത്താൻ അലങ്കരിച്ചു. സകലവിധ രത്നങ്ങൾ കൊണ്ടും അവൻ തന്നെത്താൻ മൂടി. ദൈവത്തോട് മറന്നിരിക്കുവാൻ അവൻ തീരുമാനിച്ചു. മാത്രമല്ല, something very important now I am entering into. He took the assistance of other angels who was already fallen. Now I want to read one scripture actually. Book of Isaiah chapter 12. ആരെങ്കിലും ഒന്ന് വായിച്ചേക്കാമോ? യെശയ്യാവിന്റെ പുസ്തകം 14-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. യെശയ്യാവിന്റെ പുസ്തകം 14-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. 14 and 12. Book of Isaiah 14 and 12. One wonderful word I wanted to bring over here so that we may understand something about it. I don't know the എന്ന് പറഞ്ഞാൽ ലൂസിഫർ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. സൺ ഓഫ് ദ മോർണിംഗ് സ്റ്റാർ. അരുണോദയ പുത്രനായ ശുക്ര. പിന്നെ അത്ര എന്തൊക്കെയാണ്? ജാതികളെ താഴ്ത്തി കളഞ്ഞവനെ. അന്ന് എവിടെ ജാതി? ഭൂമി മനുഷ്യനെ ഉണ്ടാക്കിയിട്ടില്ല, ലൂസിഫറിനെ ആക്കിയിരിക്കുന്നു. എവിടെ ജാതി? ആരെങ്കിലും ഇന്നലെ ചിന്തിച്ചിട്ടുണ്ടോ? ഇംഗ്ലീഷിൽ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്? You who once slaved low the nations. Okay. Where are the nations at that time? Human beings are not being created. Where are the nations? ജാതികൾ എവിടെ? This word is used for the angels who have gone from the perfect plan of God. Now, brothers and sisters, do you know that God has got two types of plan? One is called as the perfect plan. The second is called as the permissive plan. You ever heard about it? Perfect plan is the plan that God Almighty really wanted to do. Permissive plan is something that I don't say in the perfect plan of God. Then I go and ask God, God, can you permit me like this? See, you want me to come at 9 o'clock in the Sunday service. If the Sunday service starts at 9, can I come at 10? Will you accept me? Can't I go to heaven because I came at 10 o'clock? Okay, permitted. Sunday service is up to 1 o'clock. Can't I go 1 hour early? Permitted.
permissive will and perfect will are two different things. I am supposed to come into the church and worship Him every Sunday. Because of my circumstances, can I come once in a while? Permitted. That's called a permissive will, and the other is called as the perfect will. Can't I go to heaven without baptism? Permissive. Can't I worship God in tongues even if I am not baptized? Permitted. But that is not a perfect will. There are two different types of will for God. One is the perfect will and the other is the permissive will of God. Lucifer jumped from the perfect will of God and the permissive will. Many other angels joined him. They jumped from the perfect will of God into the permissive will, and they are called as the heathen. യെശയ്യാവ് 14 ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുന്നമേ ജാതികൾ എന്ന പദം എങ്ങനെ വന്നു? ലൂസിഫർ ഏത് ജാതിയെ അതിനു മുമ്പ് വീഴ്ത്തിയത്? ദൂതന്മാരിൽ ദൈവത്തോട് മറുതലിച്ച ഒരു ഗ്രൂപ്പുണ്ട്. ഒന്ന് ഗൗരവമായി ശ്രദ്ധിച്ചോണം. ദൂതന്മാരെ കുറിച്ച്, വീണുപോയ ദൂതന്മാരെ കുറിച്ച് ഏറ്റവും കൂടുതൽ വിവരം നമുക്ക് കിട്ടുന്നത് ഹാനോക്കിന്റെ പുസ്തകത്തിൽ. നിങ്ങൾ പലരും കേട്ട് കാണത്തില്ല, ഞാൻ പറഞ്ഞു കേട്ടില്ലെങ്കിൽ. ആദാം മുതൽ ഏഴാമനായ ഹാനോക്ക് യേശുവിന്റെ വരവിനെ കുറിച്ച് പ്രവചിച്ചു എന്ന് യൂദായുടെ ലേഖനത്തിൽ കിടക്കുന്നു. ഹാനോക്ക് എഴുതിയെന്ന് വിശ്വസിക്കപ്പെടുന്ന 4 പുസ്തകങ്ങളെങ്കിലും കണ്ടുകിട്ടിയിട്ടുണ്ട്. അതിലൊന്നിനെയാണ് ഫോളൻ ഏഞ്ചൽസ് എന്ന പേരിൽ വിളിക്കുന്നത്. ഫോളൻ ഏഞ്ചൽസ് എന്ന പേരിൽ ഹാനോക്ക് എഴുതിയിരിക്കുന്ന പുസ്തകത്തിനകത്ത് വീണുപോയ ദൂതന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. ആ ദൂതന്മാരിൽ പലരും ലൂസിഫറിന്റെ കൂടെ മാറിയതാണ്. പക്ഷെ വേറൊരു കൂട്ടം ദൂതന്മാർ അന്ന് ദൈവത്തോട് പറ്റി നിന്നു. അതിനുശേഷമാണ് ദൈവം ആദാമിനെ സൃഷ്ടിച്ചത്. ആദം ഹവ്വമാരെ സൃഷ്ടിച്ചേച്ച് പറഞ്ഞു, ദൂതന്മാര് പോയി ഈ എന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് പാദസേവ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കൂട്ടം ദൂതന്മാർ പറഞ്ഞു, പണി നടക്കുകയില്ല, ദൈവത്തെ ഞങ്ങൾ ശുശ്രൂഷിക്കാൻ പറ്റില്ല, മനുഷ്യനെ ശുശ്രൂഷിക്കാൻ പറ്റുകയില്ല, ഞങ്ങളിൽ ലൂസിഫറിന്റെ കൂടെ. വിഭിന്ന എക്സ്റ്റെൻഡുകളിൽ ദൂതന്മാർ തെറ്റിപ്പോയിട്ടുണ്ട്. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുന്നമേ ജാതികൾ എന്ന വാക്ക് യെശയ്യാവ് 14 വന്നു. ജാതികളെ താഴ്ത്തിക്കളഞ്ഞവൻ ആരെ? ജാതികൾ ദൈവത്തിന്റെ പെർഫെക്റ്റ് വില്ലിൽ നിൽക്കാത്ത ദൂതന്മാരാ. അവന്മാരുടെ ഇൻഫ്ലുവൻസ് ഉള്ളവരാണ് ഇന്നും പെർഫെക്റ്റ് വില്ലിൽ നിന്ന് മാറുന്നത്. We will establish it little later because we are on spiritual warfare right from the beginning. We go to the core and learn the things. If some more people can accept it, you will find in heaven. Okay, അടുത്ത വേദിയാണ്. ഭൂമിയുടെ അടിസ്ഥാനം ഇവിടെ കാണിച്ചിരിക്കുന്നത്. ലെറ്റ് മീ നോട്ട് എക്സ്പ്ലെയിൻ ഇറ്റ് മച്ച്. ഒരു ഗോളത്തിനും ഒരു നക്ഷത്രത്തിനും അടിസ്ഥാനമില്ലാത്തപ്പോൾ ഭൂമിയുടെ അടിസ്ഥാനം, ഇറ്റ് ഹാസ് ഗോട്ട് എ 7-layer ഫൗണ്ടേഷൻ. ഏറ്റവും 1ാമത്തെ ലെയർ മുതൽ 6ാമത്തെ ലെയർ വരെ വ്യത്യസ്ത ലോഹങ്ങളും അലോയികളും കൊണ്ട് ഇട്ടിരിക്കുന്ന, വ്യത്യസ്ത ടെമ്പറേച്ചർ, വ്യത്യസ്ത കോമ്പിനേഷനിൽ ഇട്ടിരിക്കുന്ന അടിസ്ഥാനങ്ങളാണ്. 7ാമത്തെ ലെയറിനെ റോക്കി ക്രസ്റ്റ് എന്ന് ശാസ്ത്രം വിളിക്കും. And that's our rocky crust. റോക്കി ക്രസ്റ്റിന്റെ എന്ന് പറഞ്ഞാൽ ഇതിന്റെ എല്ലാ ലോഹങ്ങളും കൂടെ അകത്ത് വെച്ചിട്ട് അതിന്റെ മണ്ടയ്ക്കൂടെ പാറ കൊണ്ടൊന്ന് പൊതിഞ്ഞിട്ടുണ്ട്. റോക്കി ക്രസ്റ്റിന്റെ തിക്നെസ് അവിടെ ഇവിടെ വേരി ചെയ്യുന്നുണ്ട്. പക്ഷെ മിനിമം തിക്നെസ്, ആരെങ്കിലും സയൻസ് ക്ലാസ് പഠിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ മിനിമം തിക്നെസ് 700 മൈലാണ്. 700 miles is the minimum thickness of the rocky crust. That's the 7th layer of the foundation of the earth. He put a strong foundation. He put a strong foundation for the earth for 2 reasons, or rather for few reasons. Okay, go to the next. 2, യേശുവിനെ കൊരിലറക്കപ്പെട്ട കുഞ്ഞാടായി സ്വർഗത്തിൽ മാറ്റി നിർത്തി. ഈ 2 പ്രിക്കോഷന് ശേഷമാണ് ഭൂമി സൃഷ്ടിച്ചത്. ഭൂമിയിലേക്ക് ദൂതനെയാക്കി. ദൂതൻ ഇവിടെയും ദൈവത്തോട് മറുതലിച്ചു. ദൈവം അവനെ ഇവിടുന്നും തട്ടി. അവനെ ഈ ഭൂമിയിൽ നിന്ന് തട്ടി. He was kicked away. According to my language, he was kicked away. Otherwise, he was replaced even from the earth. And thereafter, he is known as the Prince of the Air. He don't have a domain on the earth now. He is in the air now. He is said to be the prince of the air because he was removed from here also, because he wanted to climb up to the heaven again and fight with God. God has cut him down and threw him there, and he reshaped the earth. Here I wanted to come and draw your attention. ഈ ഭൂമിയെ ദൈവം ഇതിന്റെ ഭ്രമണപഥത്തിൽ നിന്നും പുറത്തെടുത്തു. He removed. പത്രോസിന്റെ 2ാം ലേഖനം 3ാം അധ്യായത്തിന്റെ 5ാം വാക്യം വായിക്കണ്ട.
അന്നുണ്ടായിരുന്ന ആകാശവും അന്നുണ്ടായിരുന്ന ഭൂമിയും വെള്ളത്താൽ മുങ്ങി നശിച്ചു. ദൈവത്തിന്റെ വചനത്താൽ ഉളവായിരുന്നു, അതേ വചനത്താൽ വെള്ളത്താൽ മുങ്ങി നശിച്ചു എന്നും. 6-ാമത്തെ വാക്യം, ഇന്നുള്ള ആകാശവും ഇന്നുള്ള ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചിരിക്കുന്നുവെന്നും അവർ മനസ്സോടെ മറന്നു കളയും. ഇന്നുള്ള ആകാശവും ഇന്നുള്ള ഭൂമിയും എന്ന് 6-ാം വാക്യത്തിൽ മലയാളത്തിൽ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുമ്പോൾ ഗ്രീക്ക് ഭാഷയിലെ പുതിയ നിയമം എഴുതിയത് പത്രോസ് കൊടുത്തിരിക്കുന്ന വാക്ക് ദ കോസ്മോസ് thereof. കോസ്മോസ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കോസ്മോസ് എന്ന വാക്കിന്റെ അർത്ഥം ഭൂമി എന്നല്ല, സംവിധാനക്രമമെന്ന്. In the English Bible, it is translated as the earth and the heavens of the old and new. In Greek, it is written the cosmos of the new. Heaven and earth of the old and cosmos of the new. The word meaning cosmos is not the earth, but it is the arrangements. God wanted to change the cosmos, the arrangement, into our shape, into our size. And that's why earlier I have shown the color difference of earth. Did you observe that? I told I need it later. That's what I'm telling you this now. Now the NASA says this appear in a different color, not in any other color. What happened? It is reshaped. It is reworked. He has changed the cosmos and brought it back in the cosmos of human. He brought it back in the cosmos of human. Heaven is already made in the cosmos of angels. You can't go there. But how will God take you there? He transforms your body, then only He take you there. Amen. Because we are created for this cosmos. And you cannot live in the heavenly cosmos that's meant for angels. You will be transformed into a new cosmos, into a new area. Then only you can be taken up, and that's how you go to heaven. And in the hell, what is the problem? The cosmos is different. In the hell, the Bible says there are worms and fire together. Can any worm live in fire? In this cosmos it is not possible. It's a different cosmos. The problem comes to me when I go to hell because I am taken into a different cosmos. If a fish is put in the water, he is in his right cosmos. But if the fish is put on the table, he is on a different cosmos. And that's what I am going to suffer when I go to hell. Taking me to heaven, the Bible says He will transform me to the other cosmos. And now we are in a cosmos which is created for human being. We need oxygen, and that oxygen is here. We need water, that water is here. We need a day and night in different length, and we have it here. Say for example, some of the planets in the solar system, one single night is 272 days. If you go there, those who are willing to sleep really will enjoy. But others can't. In some other planets, the night is only 2 hours. Nothing like sleeping. Many people take more time to sleep than 2 hours. The earth is made into the cosmos of human. This March I had a privilege to go to US. The NASA has published a picture called Ice Age. It's available in internet also. They published a picture called Ice Age. It talks about the creation. There were some question answers on it. And do you know what the scientists said? Ice Age became possible because of the orbital changes. What did God do to make the cosmos change? He took the earth from the present orbit and threw it away to such a distance beyond the limit of the universe. And then it changed the cosmos. I do not want to explain more at this level. I will take it after a few minutes. The word meaning cosmos, I just wanted to come and he has changed the cosmos. Next page. Devil is already gone. He is being taken into the air. But he grabbed the attention of other angels, rather the heathen angels, those who have gone away from the perfect plan of God, and those angels started supporting them. To establish this,
The Lucifer is now devil, is no more the angel of God, is changed as a devil by now. He is the enemy of God. Now the book of Revelation says a time will still come. This Lucifer will go for a war with God again. Amen. And some stars will support him. Do you know how many stars will support him? 1/3 of the stars, says the book of Revelation, will dance according to his tune. That means we believe, rather we estimate approximately 1/3 of the celestial body and 1/3 of the stars, rather 1/3 of the angels are already in the party of Lucifer, and 2/3 is with God. Just because of those words, nothing more. Now, how did God take away? Now, God took the earth out of the orbit, out of its own orbit. In the biblical language, in the book of Jeremiah, in the book of Ezekiel, in the book of Isaiah, in the book of Psalms, and in the book of Job, if you put together, that's what I'm telling, and many pages I'm skipping, otherwise I won't finish anyway. That's what I'm going a little faster. If you take those things, in his anger, the fire came out of God's mouth. The smoke came out of his nose. By his sound and by his word, there had been thunders coming out. There had been trembling and shivering. The earth was shivering in itself. Everything was moved out of its place. Scientific language, what exactly has happened? There was a collision of planets. I told you how the moon was formed. When the equilibrium was disturbed, God can do it very simple, because He is the one who commanded the equilibrium form. According to the science, when the equilibrium was disturbed, the planets were hitting each other. Most of them, they got powdered. Anything that has come and hit on the earth, that became powder, that has formed the space waste. But the earth, because it had a strong foundation, it prevailed and survived. But it was thrown out into the outer space. From there, called it back, is that let there be light. The restoration pattern, okay, one word I lost. The earth became without form and void, right? How long was there in that situation? NASA said it was 1 million years. 1 billion. Because for 1 billion years there was no life on the earth, NASA said. Lucifer was here earlier. He was removed. And he removed the earth away from here. And NASA said for 1 billion years there was no light at all on the earth. Thereafter God said, let there be light. It started coming back. But there was no sun on the first day. Light was there. Tell me how it can happen. There was no sun, but light was there. It went into the outer atmosphere, and while it was coming back, some other stars gave the light, not the sun. Sun came after 2 more days. It started traveling back. With a new changed cosmos, it came back, and there God created Adam and Eve in His own image. Now when we excavate the earth, we get fossils. From where? There were animals in the past. Those bones are still now. There were birds in the past. I told you already that everything was created for Lucifer. From where the coal is coming? According to the science, coal can be formed only out of the wood, nothing else. There were forests at that time. There were cities at that time. All his achievements, that's what we get petroleum, that's how we get coal, and that's why we get many things. That is all what was created by God Almighty for the cosmos of Lucifer, which is now changed for us into different form and shape. Human being is created in the likeness and image of God. ദൈവത്തിന്റെ സാദൃശ്യത്തിലും ദൈവത്തിന്റെ സ്വരൂപത്തിലും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, ഭൂമിയിലോട്ടാക്കി.